ഹായ് ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് രാവിലത്തെ കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ്. അതായത് കുക്കിങ്ങും ക്ലീനിങ്ങും ഒക്കെ ആയിട്ടുള്ള ഒരു ദിവസം. കണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടിട്ട് വന്നാലോ. ഇതൊരു വെള്ളിയാഴ്ച ദിവസം എടുത്ത വീഡിയോ ആണ്. ഇന്ന് മോന് കോളേജില്ല, കാരണം അവന് പിറ്റേന്ന് എക്സാം ആയതുകൊണ്ട് തന്നെ ഇന്ന് കോളേജില്ല. ഇന്ന് നമുക്ക് കുറച്ചധികം പണികളുള്ള ഒരു ദിവസമാണ്. അങ്ങനെ രാവിലെ ഞാനൊരു 6:30 മണിയായപ്പോൾ തന്നെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. കാരണം ഒരാഴ്ചയായിട്ട് ഞാനിവിടെ ഇല്ലായിരുന്നേ, എറണാകുളത്ത് അവൻ്റെ അടുത്തായിരുന്നു. അതുകൊണ്ട് വീടാകെ പൊടി പിടിച്ച് കിടക്കുകയാണ്. എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. എല്ലാം കൂടെ ക്ലീൻ ചെയ്യാൻ ഒറ്റ ദിവസം കൊണ്ട് നടക്കത്തില്ല, എന്നാലും ചെയ്യാൻ പറ്റാവുന്നിടത്തോളം ചെയ്യാമെന്ന് വെച്ചു. ഞാൻ മാത്രമേ പോയുള്ളൂ അവൻ്റെ അടുത്ത്, കാരണം മോൻ വന്നില്ല. അവന് കോളേജ് ഉള്ളത് കാരണം അവൻ വന്നില്ല. മോന് പിന്നെ ഫുഡൊക്കെ അമ്മ കൊടുക്കുക. അമ്മ ഉള്ളത് കൊണ്ട് അമ്മ എടുത്ത് പോയി കഴിക്കുമായിരുന്നു. അങ്ങനെ ഞാൻ ഇന്നലെ രാത്രിയാണ് വന്നത്. അങ്ങനെ വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. ആകെ പൊടി പിടിച്ച് കിടക്കുകയാണ്. വീട്ടിലെ പൊടിയൊക്കെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. എൻ്റെ ചെടി നശിപ്പിച്ചാലാണ് എനിക്ക് വിഷമം. ഞാൻ പോകുമ്പോൾ നാത്തൂനെ ഏൽപ്പിച്ചിട്ടാണ്, വെള്ളം ഒഴിക്കാനൊക്കെ നാത്തൂനെ ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത്. അവളെ ഏൽപ്പിച്ചിട്ട് പോയാൽ അവൾ പിന്നെ കറക്റ്റായിട്ട് വെള്ളം ഒഴിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. അതുകൊണ്ട് ഞാൻ എപ്പോൾ പോയാലും അവളെ ഏൽപ്പിച്ചിട്ടേ പോകത്തുള്ളൂ. മോനെ ഏൽപ്പിച്ചിട്ട് പോയാൽ തിരിച്ചു വരുമ്പോഴത്തേക്കിനും എൻ്റെ പാതി ചെടി കരിഞ്ഞിട്ടുണ്ടാവും. കാരണം അവൻ ഇത്രയും ചെടിക്ക് വെള്ളം ഒഴിക്കേണ്ടത് കൊണ്ട് അവിടെ കൂടെ ഇവിടെ കൂടെ ഒന്നും നനച്ചു കൊടുത്തതേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ അവനെ ഏൽപ്പിച്ചിട്ട് പോകത്തില്ല എൻ്റെ ചെടികൾ. ഇപ്പോഴാണെങ്കിൽ ഒരാഴ്ചയൊക്കെ പോയി അവൻ്റെ അടുത്ത് എനിക്ക് നിൽക്കാൻ പറ്റുന്നുണ്ട്. പണ്ടാണെങ്കിൽ ബ്രൂട്ട് ഉള്ളപ്പോഴാണെന്നുണ്ടെങ്കിൽ എനിക്കാണെങ്കിൽ ഒരു ദിവസം പോലും അവിടെ പോയി നിൽക്കാനൊക്കത്തില്ല. കാരണം അവനെ ഇട്ടിട്ട് പോകാൻ എനിക്കൊക്കത്തില്ല. ബ്രൂട്ടു എന്ന് പറയുന്നത് ഞങ്ങളുടെ ഡോഗാണേ. അവൻ പോയതിന് ശേഷമാണ് ഇപ്പം കുറച്ച് ദിവസമൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് അവിടെ പോയി നിൽക്കുന്നത് തന്നെ. അവിടെ പോയാൽ പിന്നെ എനിക്ക് വലിയ പണികളൊന്നുമില്ല. ഫുൾ ടൈം വെറുതെ ഇരിക്കുക തന്നെ. അവിടെ റെസ്റ്റ് എടുത്തിട്ട് വരുന്നതെല്ലാം കൂടെ ഇവിടെ വരുമ്പോഴത്തേക്കിന് അതിനും കൂടെ പണിയുണ്ടാവും. മോനാണെങ്കിൽ ആ വീടൊന്നും വൃത്തികേടാക്കത്തില്ല. എങ്കിലും ഇത്രയും ദിവസം തൂക്കാതെ വാരാതെയൊക്കെ ഇട്ടിരുന്നില്ലയോ, അതിൻ്റേതായ പൊടിയും അഴുക്കുമൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് വൃത്തിയാക്കണം. എനിക്കാണെങ്കിൽ ഇത്തിരി വൃത്തി കൂടുതലാണെന്നും പറഞ്ഞിട്ട് മോനും അവനും കൂടെ എപ്പോഴും ഇട്ട് കളിയാക്കും. അവർക്കൊക്കെ അത്യാവശ്യം വൃത്തിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അമ്മയെ കാണിക്കുന്നത് ഓവർ വൃത്തിയാണെന്ന് മോനെ അവനെ എപ്പോഴും പറയും. എനിക്കാണെന്നുണ്ടെങ്കിൽ വീട് വൃത്തികേടായിട്ട് കിടന്നാൽ ഒരു മനസമാധാനക്കേട്. അത് വൃത്തിയാക്കിയാലേ എനിക്കൊരു സമാധാനം കിട്ടത്തുള്ളൂ. അതുപോലെ എടുക്കുന്ന സാധനങ്ങൾ അതാത് സ്ഥാനത്ത് തന്നെ തിരിച്ചു വയ്ക്കുകയും വേണം. ഒന്ന് വാരി വലിച്ചിടുന്നതൊന്നും എനിക്കിഷ്ടമല്ല. ഇവരൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇവരച്ഛനും മോനും ആണെന്നുണ്ടെങ്കിൽ എടുക്കുന്ന സാധനം അവിടെ ഇട്ടിട്ട് പോകും. അപ്പോൾ ഞാൻ കിടന്ന് വഴക്കടിക്കുമ്പം പറയും, അത് അവിടെ ഇരുന്നാലും ഒന്നും സംഭവിക്കത്തില്ലല്ലോ എന്ന്. ആ സമയത്ത് എനിക്ക് തോന്നാറുണ്ട് എനിക്ക് ഇച്ചിരി ഓവർ വൃത്തിയാണോ എന്ന്. അങ്ങനെ രാവിലെ എഴുന്നേറ്റ് ആദ്യമേ തന്നെ ചായ കുടിച്ചാലേ നമുക്ക് ജോലിയൊക്കെ ചെയ്യാനുള്ള ഒരു ഉഷാർ കിട്ടത്തുള്ളല്ലോ. എനിക്കന്ന് രാവിലെ എഴുന്നേൽക്കുമ്പോഴേ ആദ്യമേ തന്നെ ചായ കുടിക്കണം. ചായ കുടിച്ചതിന് ശേഷം പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാമെന്ന് വെച്ച് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഇടിയപ്പവും മുട്ടക്കറിയാണ്. ഇവിടെ എല്ലാവർക്കും ഇടിയപ്പത്തിൻ്റെ ഇവിടെ എല്ലാവർക്കും എന്നല്ല, എനിക്കും മോനും ഇടിയപ്പത്തിൻ്റെ കൂട്ടത്തിൽ കൂടുതൽ ഇഷ്ടം മുട്ടക്കറിയാണ്. ഗ്രീൻ പീസ് കറി ഇഷ്ടമാണ്, എന്നാലും കൂടുതൽ ഇഷ്ടം മുട്ടക്കറിയാണ്. അതുകൊണ്ട് ഇന്ന് മുട്ടക്കറി വയ്ക്കാമെന്ന് വെച്ചു. മുട്ട ഇരിപ്പില്ലായിരുന്നു, 2 മുട്ട ഉള്ളായിരുന്നു. അങ്ങനെ അത് വെച്ചിട്ടൊരു മുട്ടക്കറി ഉണ്ടാക്കാമെന്ന് വെച്ചു. പിന്നെ ഞാനും മോനും മാത്രമല്ലേ ഉള്ളൂ. അങ്ങനെ ചായയൊക്കെ കുടിച്ചതിന് ശേഷം പിന്നെ പോയി ഇടിയപ്പത്തിന് വേണ്ട തേങ്ങയൊക്കെ ഒന്ന് പൊതിച്ചിട്ട് വന്നു. ഫ്രിഡ്ജിലിരുന്ന തേങ്ങ ഞാനെടുത്ത് വെളിയിൽ വെച്ചതായിരുന്നു. അപ്പോൾ നോക്കിയപ്പോൾ അത് ഒരാഴ്ചയായിട്ട് ഫ്രിഡ്ജിൽ ഇരിക്കുന്നില്ല. അതത്ര നന്നല്ലെന്ന് തോന്നി. അതുകൊണ്ട് പിന്നെ ഞാൻ പോയിട്ട് ഒരു തേങ്ങയൊക്കെ പൊതിച്ചിട്ട് വന്നു. അങ്ങനെ തേങ്ങയൊക്കെ പൊതിച്ച് വന്നപ്പോഴത്തേക്കിന് ഞാൻ വിചാരിച്ചു പിന്നെ വെയിലാവും, അതിന് മുന്നേ ആയിട്ട് ഫ്രണ്ട് വശമൊക്കെ ഒന്ന് അടിച്ചു വാരി ചെടിയും നനച്ചേച്ച് വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാവുന്നത്. കാരണം ഒരാഴ്ചയില്ല, ഞാനില്ലാത്തത് കാരണം ഫ്രണ്ട് വശത്തൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ കരിയിലയും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് അടിച്ചു വാരാമെന്ന് വെച്ച്. പിന്നത്തേക്കാക്കിയാൽ അപ്പുറത്തേക്കിന് നല്ല വെയിലാവും. അതുമല്ല മോനിന്ന് പോകണ്ടല്ലോ, അപ്പം ബ്രേക്ക്ഫാസ്റ്റൊക്കെ പതിയെ ഉണ്ടാക്കിയാൽ മതിയല്ലോ. അതുകൊണ്ട് അടിച്ചു വാരിയിട്ട് വന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാമെന്ന് വെച്ച് അങ്ങനെ തേങ്ങയൊക്കെ ഒന്ന് പൊട്ടിച്ച് വെച്ചതിന് ശേഷം പിന്നെ ഞാൻ പോയിട്ട് ഒന്ന് ഫ്രണ്ട് വശമൊക്കെ ഒന്ന് അടിച്ചു വാരി വൃത്തിയാക്കി.
ഇത് ബ്രേക്ക്ഫാസ്റ്റ് മാത്രം ഉണ്ടാക്കിയാൽ മതി, ലഞ്ചൊന്നും ഉണ്ടാക്കണ്ട. കാരണം ഇന്നലെ അമ്മയുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ഫുഡ് പുറത്തു നിന്നാണ് വാങ്ങിയത്. അപ്പോൾ കുറേ ഫുഡ് അധികം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇരിപ്പുണ്ട്. സാധാരണ ഞാൻ അടിച്ചു വാരുന്നതെല്ലാം വൈകിട്ടാണ് ചെയ്യാറുള്ളത്. ഇത് ഞാൻ ഇല്ലാത്തത് കാരണം ഫ്രണ്ട് വശത്തൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ചെടിയിൽ നിന്ന് വീഴുന്ന ഇലകളും പൂക്കളും ഒക്കെ വീണ് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ അഴുക്കുണ്ടായിരുന്നു. അതുപോലെ വീട്ടിലോട്ട് ആരെങ്കിലും കയറി വരുന്നിടവല്ലയോ, അതുകൊണ്ട് ഞാൻ വിചാരിച്ച അടിച്ചു വാരിയതിന് ശേഷമാവാം ബാക്കി പണികളെന്ന്. അങ്ങനെ അടിച്ചുവാരലൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ചെടിയും ഒന്ന് നനച്ചു കൊടുത്ത്. അപ്പോഴേക്കും നല്ല വെയിലായിട്ടുണ്ടായിരുന്നു. ഇപ്പം നല്ല വെയിലായത് കാരണം എൻ്റെ അടീനിയും ചെടികളിലും ബോഗൺവില്ലയിലുമൊക്കെ നിറയെ പൂക്കളായിട്ടുണ്ടായിരുന്നു. അടീനിയും ചെടി ഞാൻ ഓൺലൈനിൽ വാങ്ങിയതാണല്ല. കുറേ വെറൈറ്റീസ് ഉണ്ട് എൻ്റെ കയ്യിൽ. അതിൻ്റെ വേണമെങ്കിൽ ഒരു വീഡിയോ ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം. എൻ്റെ കയ്യിൽ ഒരു 12 വെറൈറ്റിയുള്ള അടീനിയും ചെടികളുണ്ട്. അതിനാകുമ്പോൾ വലിയ കെയറിങ്ങും വേണ്ടല്ലോ. നമ്മൾ 3 ദിവസമൊക്കെ കൂടിയിരിക്കുമ്പോൾ അല്പം വെള്ളം ഒഴിച്ചു കൊടുത്താലും മാത്രം, അതുപോലെ ഇടയ്ക്ക് ഇച്ചിരി ചാണകപ്പൊടി ഇട്ട് കൊടുത്താൽ മതി. അങ്ങനെ അടിച്ചു വാരലും ചെടി നനയ്ക്കലും ഒക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി. ഞാൻ ഇടിയപ്പത്തിനായിട്ട് എടുക്കുന്നത് ഈ പച്ചവെള്ളത്തിൽ കുഴയ്ക്കുന്ന ഇടിയപ്പത്തിൻ്റെ പൊടിയിലെയോ അതാണ് എടുക്കുന്നത്. എനിക്ക് പക്ഷേ സോഫ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത് ചൂടുവെള്ളത്തിൽ കുഴച്ചെടുത്തുണ്ടാക്കുന്ന ഇടിയപ്പത്തിൻ്റെ പൊടിയിലെയോ അതാണ് എനിക്ക് കുറച്ചുകൂടെ സോഫ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത്. പച്ചവെള്ളത്തിൽ കുഴച്ചെടുക്കുന്ന ഇടിയപ്പത്തിൻ്റെ പൊടിയാണെന്നുണ്ടെങ്കിൽ ഒരു ഗുണമുണ്ട്, നമുക്ക് പെട്ടെന്ന് തന്നെ കുഴച്ചങ്ങ് ഉണ്ടാക്കിയെടുക്കാം. ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യൊന്നും വേണ്ട. അതൊക്കെ ഒന്ന് കുഴച്ച് വെച്ചതിന് ശേഷം പിന്നെ ഞാൻ മുട്ടക്കറിക്കുള്ള മുട്ടയൊക്കെ ഒന്ന് പുഴുങ്ങാൻ വേണ്ടിയിട്ടു. അതിനുശേഷം പിന്നെ പോയി ഇച്ചിരി കറിവേപ്പിലയൊക്കെ പൊട്ടിച്ചുകൊണ്ട് വന്ന്. ഞാൻ കറിവേപ്പില പൊട്ടിക്കുമ്പോൾ അന്നത്തെ എല്ലാ കുക്കിങ്ങിന് വേണ്ടിയുള്ളത് ഒന്നിച്ചങ്ങ് പൊട്ടിച്ചുകൊണ്ട് വരികയാണ് ചെയ്യുന്നത്. ചിലരുണ്ടല്ലോ വീഡിയോയ്ക്ക് താഴെ നെഗറ്റീവ് കമൻറ്റ്സ് ഇടാൻ വേണ്ടി മാത്രമേ ഇരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അവർക്കാണെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ നെഗറ്റീവ് കമൻറ്റ് ഇട്ടില്ലെങ്കിൽ ഒരു മനസ്സമാധാനക്കേടാണെന്ന് തോന്നുന്നു. എൻ്റെ വീഡിയോയ്ക്ക് താഴെ അധികം നെഗറ്റീവ് കമൻറ്റ്സ് ഒന്നും വന്നിട്ടില്ല, 1-2 എണ്ണമൊക്കെ വന്നിട്ടുള്ളൂ. അവർ കുറ്റമൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ തന്നെ അവർ കുറ്റം എന്തെങ്കിലും കണ്ടുപിടിച്ച് ഒരു നെഗറ്റീവ് കമൻറ്റ്സ് ഇട്ടിരിക്കും. അവർ എൻ്റെ വീഡിയോയ്ക്ക് താഴെ മാത്രമല്ല പലരുടെയും വീഡിയോയ്ക്ക് താഴെ പോയിട്ട് ഇങ്ങനെ നെഗറ്റീവ് കമൻറ്റ്സ് ഇടുന്നത് കണ്ടിട്ടുണ്ട്. അവർക്ക് എന്തോ ഒരു മനസ്സിനൊരു സന്തോഷം കിട്ടുമെന്ന് തോന്നുന്നു അങ്ങനെ നെഗറ്റീവ് കമൻറ്റ്സ് ഇടുന്നത് കൊണ്ട്. അതവരുടെ ഒരു തൊഴിലാണെന്ന് തോന്നുന്നു. അവരതിനകത്ത് പോസിറ്റീവായിട്ടുള്ള ഒന്നും കാണത്തില്ല, എല്ലാം നെഗറ്റീവായിട്ടുള്ളത് മാത്രമേ അവർ കാണത്തുള്ളൂ. എന്തെങ്കിലും സജഷൻസൊക്കെ ആണെങ്കിൽ ഓക്കെ,
തെറ്റുകളുണ്ടെങ്കിൽ അതൊക്കെ ചൂണ്ടിക്കാട്ടിയല്ലേ നമുക്ക് ഈ പിറ്റേ വീഡിയോ ചെയ്യുമ്പോൾ അത് തിരുത്തിയിട്ട് നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റത്തുള്ളൂ. തുടക്കക്കാരാകുമ്പോൾ ഒരുപാട് പോരായ്മകൾ നമ്മുടെ വീഡിയോയ്ക്ക് ഉണ്ടാവും. അത് സ്വാഭാവികം. അതിനെ അവർ തുടക്കക്കാരാണ് എന്ന രീതിയിലെടുക്കാതെ അതിനൊരു നെഗറ്റീവ് കണ്ടുപിടിച്ച് അതിനൊരു കമൻറ്റ് ചെയ്യുക എന്നുള്ളത് അവരുടെ ഒരു സ്വഭാവമാണ്. ഇതെനിക്ക് ഈ വീഡിയോയ്ക്കകത്തുനിന്ന് പറയണമെന്ന് തോന്നി, അതുകൊണ്ട് മാത്രം പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അങ്ങനെ പെട്ടെന്ന് തന്നെ നമ്മൾ മുട്ടക്കറി അങ്ങ് റെഡിയാക്കി. ഈ മുട്ടക്കറിയുടെ റെസിപ്പി ഇതിന് മുമ്പ് പലതവണ ഞാൻ കാണിച്ചിട്ടുള്ളതുകൊണ്ട് കൂടുതലായിട്ട് ഞാനൊന്നും കാണിക്കുന്നില്ല. മുട്ടക്കറി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നല്ല പുളിയുള്ള തക്കാളിയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും മുട്ടക്കറിക്ക്. ഈ മാർക്കറ്റിൽ നിന്ന് മേടിക്കുന്ന തക്കാളിയൊക്കെ വെച്ചിട്ട് മുട്ടക്കറി ഉണ്ടാക്കിയാൽ ചിലപ്പം കിട്ടുന്ന തക്കാളി നല്ലതാണ്, ചിലപ്പം കിട്ടുന്നതെന്ന് ഈ കല്ല് പോലിരിക്കുന്ന തക്കാളിയാണെന്നുണ്ടെങ്കിൽ മുട്ടക്കറിക്ക് വലിയ ടേസ്റ്റ് ഉണ്ടാകത്തില്ല. ഇതിപ്പം നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ തക്കാളി ഉപയോഗിച്ചാണ് മുട്ടക്കറി വെക്കുന്നത്. അതിന് നല്ല പുളിയുള്ള തക്കാളിയാണ്, അത് നല്ല ടേസ്റ്റാണ് അത്. അങ്ങനെ ഉള്ളിയൊക്കെ ഒന്ന് ആവുന്ന സമയം കൊണ്ട് ഞാൻ പിന്നെ ഇടിയപ്പത്തിന് വേണ്ട തേങ്ങയൊക്കെ ഒന്ന് തിരുമ്മിയെടുക്കുന്നുണ്ട്. ഇടിയപ്പം ഉണ്ടാക്കുന്ന ദിവസം പിന്നെ ഞാൻ രാത്രിയിൽ ഇടിയപ്പമാണ് കഴിക്കുന്നത്. എനിക്കാണെങ്കിൽ രാത്രി ചപ്പാത്തി കഴിക്കാനുള്ള മടിക്ക് ഞാൻ രാവിലെ ഉണ്ടാക്കുന്ന എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം തന്നെ രാത്രിയിലും അങ്ങ് കഴിക്കാൻ നോക്കും. മോനവൻ കഴിക്കത്തില്ല, അവന് ചപ്പാത്തി രാത്രി നിർബന്ധമാണ്. അപ്പോൾ ഞാൻ എളുപ്പപ്പണിക്ക് ഇടിയപ്പത്തിന് ഇപ്പോൾ ഉണ്ടാക്കുന്ന മുട്ടക്കറി ഉണ്ടല്ലോ, അതും ചപ്പാത്തി ഉണ്ടാക്കി കൊടുക്കും അവന്. ഞാനപ്പം ഇടിയപ്പം കഴിക്കും. അങ്ങനെ പെട്ടെന്ന് തന്നെ നമ്മൾ ഇടിയപ്പം അങ്ങ് റെഡിയാക്കിയെടുത്തു. ഇപ്പോൾ മോനവന് എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വർഷത്തോടു കൂടി അവൻ്റെ ഈ കോഴ്സ് കഴിയും. കോഴ്സ് കഴിഞ്ഞതിന് ശേഷം പിന്നെ അവിടെ തന്നെ PG ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത്. ഇവിടെ തന്നെ ചെയ്യണമെന്ന് വിചാരിക്കുന്നത് കാരണം വീടിൻ്റെ അടുത്ത് തന്നെയാണല്ലോ കോളേജ്, നടന്നു പോകാവുന്ന ദൂരമേ ഉള്ളൂ. അതുപോലെ ഹോസ്റ്റലിൽ നിന്നാൽ ഫുഡ് അതൊന്നും ശരിയാവത്തില്ല. അതുകൊണ്ടാണ് കൂടുതലും വേറൊരിടത്തോട്ട് ഓപ്റ്റ് ചെയ്യാത്തത്. എന്നാൽ ചോദിക്കും അവിടെ കുട്ടികളെല്ലാം ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്നില്ലേന്ന്. That is after fertilization. Mitosis to produce the primary oocyte. Mitosis ആണ് meiosis. അങ്ങനെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡിയായി. അതിന് ശേഷം ചായയൊക്കെ വെച്ച് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. മോനവനെ കുറച്ചുകൂടെ കഴിഞ്ഞിട്ടാണ് കഴിച്ചത്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് കഴുകിയെടുത്തു. പാത്രങ്ങൾ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ തന്നെ കുറച്ചങ്ങ് കഴുകി മാറ്റുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ എല്ലാം കൂടെ ഒന്നിച്ചിട്ട് കഴുകുന്നതിൻ്റെ ബുദ്ധിമുട്ടും ഉണ്ടാകത്തില്ല. എല്ലാ പണിയും തീർന്നതിന് ശേഷം പിന്നെ പാത്രം കഴുകാനായിട്ട് നിന്ന് കഴിഞ്ഞാൽ നമുക്കെല്ലാം കൂടെ കഴുകുമ്പോൾ നമുക്ക് തന്നെ ഒരു മടുപ്പ് തോന്നും. അതിനുശേഷം പിന്നെ മോൻ്റെ സ്റ്റഡി റൂമിലെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റണമായിരുന്നു. എൻ്റെ റൂമിലെയും മോൻ്റെ റൂമിലെയും ബെഡ്ഷീറ്റ് ഞാൻ ഇന്നലെ വന്നപ്പോൾ തന്നെ മാറ്റിയിട്ടുണ്ടായിരുന്നു.
ഞാൻ ബെഡ്ഷീറ്റ് ചേഞ്ച് ചെയ്യുന്നത് ഒരാഴ്ച കൂടുമ്പോഴാണ്. അങ്ങനെ മാറ്റിയ ബെഡ്ഷീറ്റും വേറെ കുറച്ച് തുണികളും അലക്കാനുണ്ടായിരുന്നു. അതൊക്കെ അങ്ങ് കൈയോടെ തന്നെ അങ്ങ് അലക്കാനായിട്ടിട്ടു. അപ്പോൾ നമ്മുടെ മറ്റു പണികളെല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേക്കിന് അലക്കും കഴിഞ്ഞിട്ടുണ്ടാവും. പിന്നെ എടുത്ത് വിരിച്ചാൽ മതിയല്ലോ. ഞാൻ ബെഡ്ഷീറ്റ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ മെഷീനകത്തിട്ട് കഴുകാറുള്ളൂ. ബാക്കിയുള്ളതൊക്കെ ഞാൻ കൈകൊണ്ട് തന്നെ അങ്ങ് അലക്കി ഇടുകയാണ് ചെയ്യുന്നത്. കാരണം ഞാനും മോനും മാത്രമല്ലേ ഉള്ളൂ. അതിനുശേഷം പിന്നെ ഒന്ന് അടിച്ചു വാരി വൃത്തിയാക്കി. ഞാൻ ക്ലീൻ ചെയ്യുമ്പോഴെപ്പോഴും ഒന്നിച്ച് എല്ലാം കൂടെ ഒരുമിച്ചിട്ട് ക്ലീൻ ചെയ്യാനായിട്ട് ഞാൻ നിൽക്കാറില്ല. കാരണം ഒരുമിച്ച് എല്ലാം കൂടെ ഇട്ട് ക്ലീൻ ചെയ്യാനായിട്ട് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് തന്നെ മടുപ്പ് തോന്നും. അതുകൊണ്ട് ഞാൻ കുറേശ്ശെയായിട്ട് എല്ലാം ക്ലീൻ ചെയ്തെടുക്കത്തുള്ളൂ. അപ്പം നമുക്കും അധികം മടുപ്പ് തോന്നാറില്ല. അതിനുശേഷം ഞാൻ ബെഡ്റൂമിലെ ജനലൊക്കെ ഒന്ന് തുറന്നിട്ട് ഞാൻ കർട്ടനൊക്കെ രാവിലെ എഴുന്നേൽക്കുമ്പം തന്നെ അങ്ങ് പൊക്കി വെക്കും. ജനലൊന്നും തുറന്നിടത്തില്ല. വെയിലൊക്കെ ഒന്ന് വന്നതിന് ശേഷം മാത്രമേ ഞാൻ ജനലൊക്കെ ഒന്ന് തുറന്നിടത്തുള്ളൂ. ഈ കട്ടിലിൻ്റെ അടിഭാഗമൊക്കെ ക്ലീൻ ചെയ്യാനേ ഇതുപോലത്തെ ചൂല് നല്ലതാണ് കേട്ടോ. ഞാൻ ഇത് കുറച്ച് നാളായി മേടിച്ചിട്ട് ഇത് ഞാനങ്ങനെ ഉപയോഗിക്കത്തില്ല. കാരണം എനിക്കിത് അത്ര അങ്ങോട്ട് തൂക്കാൻ വേണ്ടി അത്ര ഇഷ്ടമല്ല. എനിക്ക് നീളമുള്ള ചൂലാണ് കൂടുതൽ ഇഷ്ടം. പക്ഷേ അടിവശമൊക്കെ കട്ടിലിൻ്റെ അടിഭാഗമൊക്കെ ക്ലീൻ ചെയ്യാൻ ഇത് ബെസ്റ്റാണ് കേട്ടോ. ഇന്നലെ അമ്മയുടെ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞല്ലോ. ഞാൻ വന്നതിന് ശേഷമാണ് കേക്കൊക്കെ കട്ട് ചെയ്തത്. ഇന്നലെ ഞാൻ വന്നപ്പോൾ തന്നെ 8 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് കേക്കൊക്കെ കട്ട് ചെയ്തത്. അവൻ വന്നില്ല, ഞാൻ ഒറ്റയ്ക്കാണ് വന്നത്. അവന് നല്ല ജോലി തിരക്കായത് കാരണം ഇപ്പോൾ എല്ലാ ആഴ്ചയിലും ഒന്നും വരാറില്ല. 2 ആഴ്ചയൊക്കെ കൂടുമ്പോഴേ വരാറുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഈ ആഴ്ച അങ്ങോട്ട് പോയത് തന്നെ. അങ്ങനെ അടിച്ചുവാരലൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ വാഷ് ബേസിനും ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. അതിന് ശേഷം സെൻറ്റർ ടേബിൾ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട്. ഇതൊക്കെ എൻ്റെ ഡെയിലി ഉള്ള ക്ലീനിങ് റൊട്ടീനാണ് കേട്ടോ. കൂളിംഗ് സ്പ്രേ ചെയ്താണ് ഞാൻ ഈ മിറർ, ഗ്ലാസ് ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ ക്ലീൻ ചെയ്യുന്നത്. അത് ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുമ്പോൾ നല്ലൊരു തിളക്കവും കിട്ടും. ഞാനിപ്പോൾ വീഡിയോ ഇട്ടിട്ട് കുറച്ച് ദിവസമായി. കാരണം ഞാനൊരല്പം തിരക്കിലായിപ്പോയി. അതിൻ്റെ ഇടയിൽ വീഡിയോ പിടിക്കാനുള്ള ടൈമൊന്നും കിട്ടിയില്ല. അതുപോലെ പിടിച്ച വീഡിയോ ഒന്നും ഇരിപ്പും ഇല്ലായിരുന്നു. അത് കാരണം കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് നമ്മളിപ്പോൾ വീഡിയോ ഇടുന്നത് തന്നെ. അതിനുശേഷം പിന്നെ മൊത്തത്തിലൊന്ന് തുടച്ചുകൂടി എടുക്കുന്നുണ്ട്. ഞാൻ എല്ലാ ദിവസമൊന്നും തുടയ്ക്കാറില്ല. 2 ദിവസം 3 ദിവസം കൂടിയിരിക്കുമ്പോൾ, അതായത് ആഴ്ചയിൽ ഒരു 2 തവണ മാത്രമേ ഞാൻ തുടയ്ക്കാറുള്ളൂ.
അങ്ങനെ അടിച്ചു വാരലും തുടക്കലുമൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കിനും നമ്മുടെ തുണിയും കഴുകി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ ഒന്ന് എടുത്ത് വിരിച്ചു. ഇനി കുളിക്കണം, ഫുഡ് കഴിക്കണം. ഇത്രയൊക്കെ ആയിരുന്നു ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ കമൻസായിട്ടും അറിയിക്കാനും മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരേക്കും ബായ്.